തിരുവനന്തപുരത്ത് നിന്ന് തുടിക്കുന്ന ഹൃദയവുമായി എയർ ആംബുലൻസ് ഇത് അല്പസമയത്തിനകം തന്നെ കൊച്ചിയിലേക്ക് എത്തും. ചരിത്രപരമായൊരു നിമിഷത്തിന് കാത്തിരിക്കുകയാണ് ആരോഗ്യ കേരളം. വാഹനാപകടത്തിൽ പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബുവിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ബന്ധുക്കൾ സമ്മതിച്ചതോടുകൂടിയാണ് ഇങ്ങനെയൊരു ശസ്ത്രക്രിയയ്ക്ക് കളമൊരുങ്ങിയിരിക്കുന്നത്. ഹൃദയം കൂടാതെ 2 വൃക്കകൾ, നേത്രപടലങ്ങൾ, ത്വക്ക് എന്നിവയും ഷിബു ദാനം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ആദ്യമായാണ് ഒരാൾ ത്വക്ക് ദാനം ചെയ്യുന്നത് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. രാജ്യത്താദ്യമായി ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ട ക്രമീകരണങ്ങൾ, മുന്നൊരുക്കങ്ങൾ ഇതൊക്കെ വിജയകരമായി തന്നെ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ചിറക്കൽ സ്വദേശി ഷിബുവാണ് ഇനി മറ്റുള്ളവരിലൂടെ ജീവിക്കാൻ പോകുന്നത്. ഷിബുവിൻ്റെ ഹൃദയം ഇനി തുടിക്കുക നേപ്പാൾ സ്വദേശിനി ദുർഗാകാമിയിലാണ്. ദുർഗാകാമിക്ക് വെറും 23 വയസ്സ് മാത്രമാണ് പ്രായം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് രാവിലെ 10 മണിയോടുകൂടി ഹൃദയം എടുത്ത് എയർ ആംബുലൻസിൽ 10 മണിയോടുകൂടി ആ ശസ്ത്രക്രിയ തുടങ്ങി. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് അത് കൊച്ചിയിലേക്ക് പുറപ്പെടുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മുമ്പ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഒരു ജില്ലാതല ആശുപത്രിയിൽ ഇതാദ്യമായി ഹൃദയം ഏറ്റവും പ്രധാനമായ ശ്രദ്ധേയമായ ഒരു കാര്യം. ആൻമരിയ സന്നി കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആൻമരിയ. എറണാകുളം ജില്ലാ ആശുപത്രി അത് പൂർണ്ണ സജ്ജമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആശുപത്രിക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു നിയന്ത്രണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് പക്ഷേ രോഗികൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലാണ് ആ നിയന്ത്രണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ആംബുലൻസ് വരുന്ന വഴി അത് മുഴുവനായിട്ടും ക്ലിയർ ചെയ്ത് അത് ഒരു തടസ്സവും ഇല്ലാതെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രിക്കുള്ളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ ആളുകളൊക്കെ ആശുപത്രിയുടെ ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറിയാണ് നിന്നിരുന്നത്. പക്ഷേ അവിടെ നിന്നൊക്കെ ആളുകളെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രി പൂർണ്ണ സജ്ജമാണ്. അത് രാവിലെയോടുകൂടി തന്നെ സജ്ജമായിരുന്നു. കാരണം നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ സൂപ്രണ്ടിനോട് സംസാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അവരൊരു 12 മണി സമയമായിരുന്നു കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ വലിയ തരത്തിലുള്ള ഒരു വലിയ സംഘം തന്നെ ഇവിടെയുണ്ട്. ഹയാത്തിലേക്ക് ഈ ഹൃദയം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് ഏകദേശം ഒരു കണക്ക് നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണ നിലയിൽ 10 മിനിറ്റാണ് ജില്ലാ ആശുപത്രിയിലേക്ക് എത്താനായിട്ടുള്ള ഒരു ദൂരം എന്ന് പറയുന്നത്. പക്ഷേ ഈ റോഡിലെല്ലാം ഗതാഗത നിയന്ത്രണങ്ങളെല്ലാം ഉൾപ്പെടുത്തി അതിവേഗത്തിൽ തന്നെ യാതൊരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ തന്നെ ആംബുലൻസ് അതിവേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം രാവിലെ തന്നെ പൂർത്തിയാക്കി. അതുകൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 5 മിനിറ്റ് സമയം, ആ 5 മിനിറ്റ് സമയത്തിനുള്ളിൽ ജില്ലാ ആശുപത്രിയിലേക്ക് ഹൃദയം എത്തിക്കും. ഉടൻ തന്നെ പിന്നെ ദ്രുതഗതിയിൽ തന്നെ ശസ്ത്രക്രിയയിലേക്ക് കടക്കും. അവിടെ നിന്ന് ആംബുലൻസ് പുറപ്പെട്ട സമയത്ത് തന്നെ ആദ്യഘട്ടത്തിലുള്ള, അതായത് ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ആദ്യഘട്ടത്തിലുള്ള നടപടികളെല്ലാം ആരംഭിച്ചു. എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സാധാരണ മെഡിക്കൽ കോളേജുകളിലും വലിയ സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലുമൊക്കെ മാത്രം നടക്കാറുള്ള സങ്കീർണമായ ശസ്ത്രക്രിയ ഒരു ജനറൽ ആശുപത്രിയിൽ നടക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ ഇതിനോടകം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം കൊച്ചിയിലേക്ക്, എറണാകുളത്തേക്ക് ഷിബുവിന്റെ തുടിക്കുന്ന ഹൃദയം എത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.